നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊതി പിടിപ്പിക്കുന്ന രുചിയുള്ള ഒരു ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ്. ബീഫിൻ്റെ പല വേർഷൻ നമുക്ക് ഉണ്ടാക്കാം, കറി, സെമി ഗ്രേവി, റോസ്റ്റ്. പക്ഷേ ഡ്രൈ ആയിട്ട് കുരുമുളക് ഇട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. പൊതിച്ചോറ് ഉണ്ണാനും വളരെ ബെസ്റ്റാണ്. വാഴയിലയിൽ പൊതിഞ്ഞ ചോറിൽ കുറച്ച് ബീഫും ചമ്മന്തിയൊക്കെ വെച്ചിട്ട് ഉച്ചയാവുമ്പോൾ തുറക്കണം. അതിൻ്റെ ആ ടേസ്റ്റ് എൻ്റെ അമ്മോ ഒന്ന് വേറെ തന്നെ. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുക്കണം. ഇതൊരു ഏകദേശം 10 വലിയ ചൈനീസ് വെളുത്തുള്ളിയാണ്. അത് നമുക്കൊന്ന് ചതച്ചാണ് എടുക്കേണ്ടത്. ചതച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അത്ര വേണ്ട, ഒരു 2-2.5 ഇഞ്ച് ഇഞ്ചിയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് ബീഫ് കുക്ക് ചെയ്ത് ഫ്രൈ ആക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അത്രയൊന്നും സമയമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ബീഫെന്ന് പറയുന്നത് ഒരു 750 ഗ്രാമാണ്. ഇതിൽ എല്ലൊന്നും ഇട്ടിട്ടില്ല, കാരണം ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് എല്ലാം അധികം ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് നമുക്ക് ബീഫിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വലിയൊരു സവാള, നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്താണ്. ഒരുപാട് ഉള്ളിയൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 3 മുതൽ 4 അല്ലെങ്കിൽ 5 വരെയൊക്കെ ആവാം പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം നമുക്കിടാം. നിങ്ങളുടെ എരിവനുസരിച്ചാണ്, എന്നാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മൾ കുരുമുളകൊക്കെ ചേർക്കാൻ പോകുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതുപോലെ തന്നെ 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഒരു 750 ഗ്രാം ബീഫ് ഡ്രൈ ഫ്രൈക്ക് നമുക്ക് ചേർക്കാം. ഇത് ഗരം മസാല പൊടിയാണ്. ഇത് ഒരു 1 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം തരിതരിപ്പായി പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിച്ച പൊടി അത്ര നന്നാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായ കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ല വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല ഒരു പിടി, അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാനാണ് പോകുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണ്. ഇതൊരു ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ പകുതിയോളം നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു 1/2 മണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി വെക്കും. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിടി നല്ല ചുമന്നുള്ളി വൃത്തിയാക്കിയതെടുക്കുക. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. എന്നാൽ ഒരു 3-3.5 ടേബിൾ സ്പൂണോളമൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നല്ല ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ കുറേയും കൂടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്ന ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് മൂക്കണ്ട, എന്നാൽ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചുമന്നുള്ളി ഒരു 2-3 പീസായിട്ട് ഒരുപാട് ചെറുതാക്കേണ്ട ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ട് ചെറിയൊരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, എന്നാൽ നല്ലതുപോലെ ഇത് വഴന്ന് വരികയും വേണം. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഒന്നുകിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ നല്ലതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി പച്ചടിക്കൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും മൂക്കണ്ട, ഒരു ഏകദേശം ഒന്ന് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് നിർത്താം. നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല, 1 ടേബിൾ സ്പൂണോ മറ്റോ വെള്ളമേ ചേർത്തുള്ളൂ. എന്നിട്ട് കൂടി ബീഫിൽ നിന്നിറങ്ങിയ ആ വെള്ളം ആവശ്യത്തിനുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് കളയണ്ട. അപ്പോൾ ആ ചാറും കുക്കായ നമ്മുടെ ബീഫും കൂടി നമുക്ക് ഈ ഉള്ളിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം തീയിലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. എന്നാൽ മാത്രമേ ഇതെല്ലാം മസാലയും ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന്
ഈ ബീഫിലേക്ക് പിടിക്കത്തുള്ളൂ. ബീഫ് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഇതൊരു വലിപ്പമുള്ള 5 ഏലക്കയാണ്, അതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചല്ല, ഒന്ന് ഏകദേശം പൊടിയണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് അതും കൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ ബീഫ് ചെറിയ തീയിലിരുന്ന് നല്ലതുപോലെ ആ മസാലയിലൊക്കെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ അധികം വെള്ളമൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ വെള്ളം മുഴുവനും അങ്ങ് പോകും. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വരട്ടിയല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം കുറച്ചും കൂടെ വെള്ളം കണ്ടൻറ്റ് ഒന്ന് നമുക്ക് വറ്റി വരണം. കുറച്ച് നേരം കൂടെ നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഏകദേശം 1/2 ടേബിൾ സ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം പൊടിച്ചു വെച്ചിരുന്ന ഏലക്കായും പെരിഞ്ജീരകത്തിൻ്റെ കൂട്ടും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് എണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഒരുപാട് എണ്ണ വേണ്ടാത്തവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ ഈ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആ എണ്ണയിൽ ഇനി ഇത് ചെറുതായിട്ട് കിടന്നൊന്ന് മുരിയുമ്പോഴാണ് നമ്മുടെ ആ യഥാർത്ഥ പെപ്പർ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് നമ്മുടെ ഈ ബീഫിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു 5-6-7 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ആ ഇളം തീയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ രൂപത്തിൽ വരുമ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈയുമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം. ഈ റെസിപ്പിയുടെ അഭിപ്രായങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ ബ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.